ഹായ്. കുറേ നാളായി വീഡിയോ ഒന്നും ചെയ്യാത്തത്. കാരണം സിനിമകളൊന്നും ഇപ്പം കൂടുതലായിട്ട് കാണാൻ പറ്റിയ നല്ല സിനിമകളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ അവസാനമായി കണ്ട സിനിമയെ കുറിച്ച് ഞാൻ റിവ്യൂ പോലും ചെയ്തിട്ടില്ല. പടം ആരും കാണണം എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. അത്രത്തോളം എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ട്, റിവ്യൂ മാത്രമല്ല കുറെ ആൾ എഴുതിയിട്ടതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പിന്നെ ഡബിങ്ങിലെ പ്രശ്നങ്ങളൊക്കെ പക്ഷെ എനിക്ക് അതിൽ അഭിനയം പോലും ഇഷ്ടപ്പെട്ടില്ല, കഥയും ഇഷ്ടപ്പെട്ടില്ല. സിനിമ ആകെ മൊത്തത്തിൽ കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് കാണണമെന്നുണ്ടായ ഒരു 2 തമിഴ് സിനിമ ഉണ്ടായിരുന്നു. ഒന്ന് എനിക്കൊന്ന് നമ്മളെ മിന്നൽ മുരളിയിലെ വില്ലനായിട്ട് അഭിനയിച്ച ചങ്ങായിരെ ഒരു പടമുണ്ട്, ബോട്ടിൽ രാധ എന്ന് പറഞ്ഞ പടം. അതുപോലെ തന്നെ പിന്നെ തമിഴ്നാട്ടിലെ മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു ആക്ടറിന്റെ ഒരു പടവും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഈ 2 പടം കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കാസർഗോഡ്, കണ്ണൂർ ജില്ലയിൽ എവിടെയും ഈ 2 പടങ്ങൾ കളിക്കുന്നില്ല. ഞാൻ ഒരുപാട് നോക്കി, എവിടെയും ഇല്ല. കാരണം എനിക്ക് പിന്നെ അത്രയും ദൂരം പോയിട്ട് പടം കാണാൻ തോന്നുന്നില്ല. കാരണം ഒന്നിൽ ഫസ്റ്റ് ഡേ കാണുന്നതും പറ്റുമെങ്കിൽ കാണുക എന്നുള്ള രീതിയിലാണ്. കാരണം തമിഴ് സിനിമ അങ്ങനത്തെ പടങ്ങളൊന്നും അധികം ഓടൂല. അപ്പൊ ഫസ്റ്റ് ഡേ തന്നെ കാണാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. പക്ഷെ എന്തോ നിർഭാഗ്യത്തിന് ആ പടം ഇവിടെ എവിടെയും കളിക്കുന്നേയില്ല. കളിക്കുന്നുണ്ടെങ്കിലേ പോയി കാണാൻ പറ്റും. കാരണം എനിക്ക് ആ ട്രെയിലറുകൾ കണ്ടിട്ട് രണ്ടിൻ്റെതും വളരെ ടച്ചിങ് ആയിട്ടുള്ള ട്രെയിലറുകളാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ അത് കാണാൻ പറ്റിയില്ല. ഇതൊക്കെ പിന്നെ അതുകൊണ്ട് എനിക്ക് പൊതുവെ പടത്തിന് പോകാനിപ്പം വലിയ താല്പര്യം തോന്നിയിട്ടില്ല. നല്ല പടങ്ങളൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. മറ്റ് ഇറങ്ങിയ പടങ്ങൾ കണ്ടാലേ മോശമാണോ അല്ലയോ എന്ന് പറയാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് എനിക്കത് തോന്നിയിട്ടില്ല. ഞാൻ പറയാൻ വരുന്നത് അതൊന്നുമല്ല. ഈ അടുത്തുണ്ടായ 2 വിവാദങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഒന്ന്, അത് സമാധിയായിട്ട് ബന്ധപ്പെട്ടില്ല, കൊന്നതല്ല എന്ന് മനസ്സിലായി. അവിടെ നിന്ന് മരിച്ചതാണ് അല്ലെങ്കിൽ കൊന്നതാണെന്ന് തെളിയിക്കാനുള്ളവർക്കൊരു യാതൊരു പിന്നെ ഇതും കിട്ടിയില്ല. അപ്പം അദ്ദേഹം അവിടെ ഇരുന്ന് മരിച്ചതായിരിക്കും എന്നുള്ളതൊക്കെ ഓക്കെയാണ്. ആ രീതിയിൽ തന്നെയാണ് അന്വേഷണത്തിന്റെ പുരോഗമനം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പിന്നെ അന്വേഷിച്ചതിന് ശേഷമുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളതൊക്കെ ഓക്കെ. പക്ഷെ എനിക്കതിന് ഒറ്റ കാര്യം, ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇതുവരെയ്ക്ക് അന്വേഷിച്ചിട്ടില്ല. 99% ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയെന്നറിയോ? ആരൊക്കെ? നിങ്ങൾ തന്നെ പറയും. ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവര് തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് ആലോചിച്ച് തീരുമാനങ്ങൾ ആലോചിച്ചെന്ന് പറഞ്ഞാൽ ഹിന്ദു സംഘടനകളോട് ആലോചിച്ചിട്ട് മതം ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ അതിനെതിരെ ഒരിക്കൽ പോലും കേരള പോലീസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് കേസ് എടുത്തതായോ കേസ് കൊടുത്തതായോ ഒന്നും അറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സാധനത്തിന്റെ ഒരു പിറകെ പോവാതിരുന്നത്? ഞാനിപ്പോ പറയുന്ന ദിവസം റിപ്പബ്ലിക് ഡേ ആണ്. കൃത്യമായിട്ട് അയാൾക്കെതിരെ നിയമ നടപടി എടുക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, വാർത്തകളിലൊന്നും കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഇനി അടുത്തൊരു കാര്യം, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഏറ്റവും വലിയൊരു സൈസാണ് അന്ന വന്നപ്പോ പറഞ്ഞു അന്നയ്ക്ക് ഗോപിയേട്ടനൊപ്പം കളിക്കണം, ഡാൻസ് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ തന്നെ വിവാദ വാക്കുകൾ വിട്ടു പോവല്ലേ? അല്ല പോച്ച എങ്ങോട്ടാ പോണത്? ഉദ്ഘാടനല്ലേ, ചേർത്തല ഉദ്ഘാടന ജ്വല്ലറിയുടെ. അപ്പൊ എന്താ ഓട്ടോയില് പോണത്? അതെ, ആള് ഒരു ആഗ്രഹം പറഞ്ഞു നമ്മളെടുത്ത്. എല്ലാ പ്രാവശ്യങ്ങളും ഈ കാറിലൊക്കെ അല്ലേ പോണേ, നമ്മുടെ കൂടെ ഒന്ന് വന്നോടെ എന്ന് ചോദിച്ചു. ഓട്ടോയില് പോവാന്ന് വിചാരിച്ചു. അപ്പൊ എന്താ മുന്നിലിരിക്കണേ? മുന്നിലാ, അത് ഈ അന്നരാജനാണ് ഉദ്ഘാടനത്തിന് വരണേ. മുമ്പിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുറയ്ക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നില് നിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പിൻഭാരം കൂടുതലാണ്. അപ്പൊ എന്തായാലും മുമ്പിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പുള്ളീന്റെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടാണ്. അയാളെ പിന്നെ കേസ് എടുത്തു, ഒരു നടി പിന്നെ ഇത് കൊടുത്തതിന് ശേഷമാണ്, പരാതി കൊടുത്തതിന് ശേഷമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ അയാൾ രക്ഷപ്പെടുമായിരിക്കും. ഇനി ആരെന്ത് കേസ് കൊടുത്താലും ഓക്കെ. ഇയാൾ ഈ പറഞ്ഞതിലെല്ലാം, അയാളെ തുടക്കത്തിലെ ഫസ്റ്റ് ഇത് കൊടുക്കുന്നതിലെല്ലാത്തിലും ഒരു ഡബിൾ മീനിങ് ചോയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നില്ല എനിക്കറിയില്ല. ഇനി അതങ്ങനെ അല്ലാതെയും വ്യാഖ്യാനിക്കാൻ പറ്റും. കാരണം അയാള് ആ കേസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം തന്നെ പറഞ്ഞ വാക്കുകളിലൊക്കെ ഞാൻ അയാൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല, അല്ലെങ്കിൽ
ഈ ഒരു കുന്തി ദേവി എന്നുള്ള വാക്ക് ആ രീതിയിലല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ അയാൾ പിന്നെയും എടുത്തു പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് നാളെ തേച്ചു മായ്ക്കപ്പെട്ടേക്കാം. പക്ഷെ എനിക്ക് സംശയം, മുന്നിലിരിക്കുന്ന ഇനി എന്ത് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണെങ്കിലും ഡ്രൈവർ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതുണ്ട്. ചുറ്റും പിന്നെ വാഹന പരിവാരങ്ങളോടുകൂടി വന്നിരിക്കുന്ന ഈ വ്യക്തി ഡ്രൈവറുടെ സീറ്റിൽ ഡ്രൈവറിനെ ഒന്നിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ നടപടിയല്ലേ? എന്തുകൊണ്ട് അതിനെതിരെ? ബാക്കിയെല്ലാം ഡബിൾ മീനിങ്, ഒരു സ്ത്രീക്കെതിരെ, ആ സ്ത്രീ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ വിട്ടു. പക്ഷെ ഇങ്ങനെ സാധനത്തിനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ കേസെടുക്കുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. ഒരുപക്ഷെ ഈ നാടിന്റെ, കേരളത്തിന്റെ ഒരു ശാപമായിട്ട് മാറുന്നുണ്ട് ഇങ്ങനെ കുറച്ചാൾക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ. ഞാനിപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യാത്തതിന് കാരണം തന്നെ ഞാനൊരു കാര്യത്തിന്റെ പുറകെ പോകുന്നുണ്ട്. അത് ഞാൻ ഈ അടുത്തായിട്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് പറയുന്നത്. എന്തായിരിക്കാം, അല്ലെങ്കിൽ അത് എപ്പോൾ വരുമോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം അത് അത്യാവശ്യം വലിയൊരു പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ജനങ്ങൾക്കിടയിൽ, നിങ്ങളെപ്പോലെ സോഷ്യൽ മീഡിയയിലേക്ക് വലിയൊരു സംഭവമില്ല, പക്ഷെ സാധാരണ ജനങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങനെ സാധനത്തിനെതിരെ ഞാൻ പ്രതികരിച്ചു. ഇനി അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. റിസൾട്ട് വന്നാൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത് ആറാട്ടെണ്ണനായിട്ട് ബന്ധപ്പെട്ടില്ല. അപ്പൊ അതും ഞാൻ ഉടനെ തന്നെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൂടുതലായിട്ട് പറയാനുണ്ട്. അപ്പോൾ അത് കാണുന്നവരെ ഞാൻ വിട പറയുകയാണ്. ഓക്കെ, ഗുഡ് ബൈ.